അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 17, 2025 തമിഴ്നാട്ടിലെ പുതുച്ചേരി ദിണ്ടിവനം ഹൈവേയുടെ ഇടയിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ആ ഒരു ഹൈവേയിൽ ഒരുപാടധികം ടൗണുകളുണ്ട്. ആ ഒരു ടൗണുകളിൽ ഒരു ടൗണാണ് ഓമന്തൂര്. ആ ടൗണിൽ കുറേ ബേക്കറീസും അതേപോലെ തന്നെ ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിരാവിലെ തന്നെ അവിടെയുള്ള കടകളും കാര്യങ്ങളൊക്കെ തുറക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കേഴ്സ് രാവിലെ ഒരു 5:30-6 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പണിസ്ഥലത്തോട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അവർ ടോർച്ചൊക്കെ അടിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഹൈവേയുടെ സൈഡിൽ എന്തോ ഒന്ന് കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മനുഷ്യൻ്റെ കാലാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഉടനെ തന്നെ അവർ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് മനസ്സിലാവുകയായിരുന്നു. ഉടനെ തന്നെ അവർ എമർജൻസി നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ടെത്തി ആ ഒരു ഏരിയയും കാര്യങ്ങളും എല്ലാം തന്നെ സെക്യൂർ ചെയ്യുകയായിരുന്നു. പോലീസുകാർ നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീയുടെ ദേഹത്ത് വേറെ പാടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാട് അവരുടെ കഴുത്തിൽ ഒരു നീല പാടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമുക്കറിയാം, ചോരൊക്കെ ആദ്യം കട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചുവപ്പ് കളറായിരിക്കും, പിന്നെ ഒരു നീല കളറായിരിക്കും. അപ്പോൾ ആ ഒരു സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദേഹത്ത് വേറെ പരിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹിറ്റ് ആൻഡ് റൺ കേസല്ല എന്നുള്ളത് അവർക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും അവർ ഫോറൻസിക് ടീമിനെയും മറ്റുമൊക്കെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് ടീമും അങ്ങോട്ട് എത്തുകയായിരുന്നു. പിന്നെ ആ ഒരു സ്ത്രീയുടെ കാലിലാണെന്നുണ്ടെങ്കിൽ ചെരുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ ദേഹത്ത് ഓർണമെന്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാർ കരുതിയത് അതൊരു റോബറിക്ക് ശേഷമുള്ള കൊലപാതകമായിരിക്കാം എന്നുള്ളതായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ ആരെങ്കിലും റേപ്പ് ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തിയിട്ട് ഓർണമെന്റ്സും മറ്റുമൊക്കെ മോഷ്ടിച്ചതിന് ശേഷം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവാം. അതൊരു ഹൈവേ ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം വണ്ടികൾ അതിലൂടെ പാസ് ചെയ്യുന്നതാണ്. സോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വണ്ടിയിൽ വന്ന ആളെങ്കിലും ആയിരിക്കാം ആ ഒരു ബോഡി അവിടെ ഡംപ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആരാണ് ആ ഒരു സ്ത്രീ? എന്താണ് അവർക്ക് സംഭവിച്ചത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ ഫോറൻസിക് ടീമും സ്ഥലത്തെത്തുകയാണ്. അവർ നോക്കിയപ്പോൾ ഏകദേശം ഒരു 40-45 ഇടയിലാണ് ആ സ്ത്രീയുടെ പ്രായം. അതേപോലെ തന്നെ അവർ ജസ്റ്റ് ഒരു സാരി ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഏരിയ ഒക്കെ പരിശോധിച്ച സമയത്ത് അവിടെ സ്ട്രഗിൾ നടന്നതിൻ്റെ യാതൊരു ലക്ഷണമൊന്നുമില്ല. അതായത് ആ ഒരു സ്ത്രീയെ അവിടെ വെച്ചല്ല കൊലപ്പെടുത്തിയത്, എവിടെന്നോ കൊലപ്പെടുത്തിയിട്ട് അവിടെ ഡംപ് ചെയ്തതാണെന്നുള്ളത് അപ്പോൾ തന്നെ കൺഫേം ആവുകയായിരുന്നു. അതായത് അവിടെ വെച്ച് ഇങ്ങനെ കൊലപ്പെടുത്തുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 പേരാണെന്നുണ്ടെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രഗിൾ നടന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. ചുറ്റുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ചതഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് അധികം സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് റഫ്ലി ഒരു 5-6 മണിക്കൂറേ ആയിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പോലീസുകാർ പരിശോധിക്കുകയാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കംപ്ലീറ്റ് ഏരിയ. ആ ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. അതായത് അവരുടെ പേഴ്സോ ID കാർഡോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്യായിരുന്നു. എന്നിട്ട് അത്തരത്തിലുള്ള ഒരു എവിഡൻസ് പോലും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോഴത്തേനും ആംബുലൻസ് വന്നു. ബോഡി റിക്കവർ ചെയ്തിട്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ഓട്ടോപ്സിക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പോലീസിനുണ്ടായിരുന്ന സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ആരെങ്കിലും ആ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതാണോ, അതിനുശേഷമാണോ മോഷണം നടന്നിട്ടുള്ളത്, അല്ല എന്നുണ്ടെങ്കിൽ മോഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നോ അത്, അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പകയുടെ പേരിലാണോ ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും ആദ്യം ഓട്ടോപ്സി റിപ്പോർട്ട് വരണം. അതേപോലെ തന്നെ ആ ഒരു ബോഡിയും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലേ ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അലേർട്ട് ചെയ്യായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസോ മറ്റും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള യാതൊരു പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒരു കൊലപാതകം നടന്നിട്ട് ബോഡി കണ്ടെത്തുന്നത് ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. സോ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലും മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനെ അലേർട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനിലോട്ടും അവർ ഇൻഫോർമേഷൻ പാസ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീയുടെ പ്രായം ഏകദേശം 40-45 ഇടയിലാണ്. സാധാരണ ഒരു സാരിയായിരുന്നു ആ സ്ത്രീ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവരെ കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ അവരുടെ ഫേസും കാര്യങ്ങളിലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫോട്ടോയും വെച്ച് ഇങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും പോലീസുകാർ നോക്കുന്നുണ്ടായിരുന്നു. അതായത് പോലീസ് ഇൻഫോർമൻസിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് ആ ഒരു സ്ത്രീ ആരാണെന്ന് അറിയോ എന്നുള്ളത് ചോദിച്ചു. അതേപോലെ തന്നെ ഒരുപാടധികം സ്ഥലങ്ങളിലോട്ട് അലേർട്ട് ചെയ്തു, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ത്രീയെ കാണാതായിട്ടുണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേസുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അവിടെ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് റെസ്പോൺസും 2 ദിവസങ്ങളായിട്ടും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അതിൽ ഒരു ടീം ഗ്രൗണ്ട് ലെവലിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വേറൊരു ടീം കംപ്ലീറ്റ് ആയിട്ട് സൈബർ ഡിപ്പാർട്ട്മെന്റിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിലുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് നോക്കി. അതേപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ആ ടൈമിൽ വേറെ ഏതെങ്കിലും സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ വല്ല ഫോൺ സിഗ്നലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്നും തന്നെ അവർക്ക് ഒന്നും കിട്ടാതായപ്പോൾ അവർ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ മാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ആധാർ ഡാറ്റാബേസിലും മറ്റൊക്കെ ഫോട്ടോസൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമുക്കറിയാം ആധാറിലത്തെ ഫോട്ടോയും നമ്മളുടെ ശരിക്കുള്ള ഫോട്ടോയും തമ്മിൽ പഴയ ഫോട്ടോസൊക്കെയാണ്, അതായത് പഴയ ആധാർ കാർഡിൻ്റെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ തീരെ ഒരു മാച്ച് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഒരുപാടധികം ഫോട്ടോ ചേഞ്ച് ചെയ്തിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏകദേശം നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡിലുള്ള ഫോട്ടോ വേറെ പോലെ തന്നെയാണ് ഇരിക്കാറ്. ഒരുപാട് ആധാർ കാർഡുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അവർ ആധാറിൻ്റെ ഡാറ്റാബേസും കാര്യങ്ങളിലൊക്കെ വെച്ച് റൺ ചെയ്യാണ്. എന്നിട്ടും ആ ഒരു സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനായിട്ട് പോലീസുകാരെ കൊണ്ട് സാധിച്ചില്ല. അതിനുശേഷം എന്താ പറയുക, സാധാരണഗതിയിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള വേറെ എവിടെയെങ്കിലും ഇവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു രീതിയിൽ അവർ ബാക്കിയുള്ള ഡാറ്റാബേസസിലൂടെയും ആ ഒരു ഫോട്ടോ ഇട്ട് റൺ ചെയ്തപ്പോഴാണ് അവർക്ക് ഒരു തുമ്പ് ലഭിക്കുന്നത്. യെസ്, ആ ഒരു ഫോട്ടോയുമായിട്ട് വേറൊരു ഫോട്ടോ എക്സാക്റ്റ് ആയിട്ട് മാച്ച് ആവുകയായിരുന്നു. മഹേശ്വരി എന്നായിരുന്നു അവരുടെ പേര്. 45 വയസ്സായിരുന്നു അവരുടെ പ്രായം. മയിലാടുംതുറ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു അവരുടെ സ്വദേശം. അവർ ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്നത് ചെന്നൈയിലെ സോലമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെന്റിലെ ക്ലീനിങ് സ്റ്റാഫ് ആയിട്ടായിരുന്നു അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്, അതായത് മെയിൻ്റനൻസിലത്തെ ക്ലീനിങ് സ്റ്റാഫ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ നേരെ തന്നെ അങ്ങോട്ട് എത്തിയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരും അവരുടെ കോവർക്കേഴ്സും അവിടെ ഒരു ഹോസ്റ്റൽ പോലുള്ളൊരു സെറ്റപ്പിലായിരുന്നു തങ്ങിയിരുന്നത്. അവരെക്കുറിച്ച് ഇങ്ങോട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു അവരുടേതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് അവർക്ക് 4 മക്കളുണ്ട്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അതേപോലെ തന്നെ അവരുടെ വീട് ഈ ഒരു മയിലാടുംതുരയിലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ അവരുടെ കൊളീഗ്സിനും അറിയായിരുന്നുള്ളൂ. അല്ലാതെ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടന്നത് തുടങ്ങിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും അവരുടെ ഫ്രണ്ട്സിനൊന്നും തന്നെ അറിയുമായിരുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ നാട്ടിൽ പോയിട്ട് അവരെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ തന്നെ പോലീസ് ടീം തീരുമാനിക്കുകയാണ്. പോലീസുകാരങ്ങനെ മഹേശ്വരി ജനിച്ചു വളർന്ന മയിലാടുംതുറയിൽ ആ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവരെക്കുറിച്ച് വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കല്യാണം 2 തവണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കുംഭകോണത്തോട്ടായിരുന്നു അവരെ ആദ്യമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടായത്. രാമനാഥൻ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഹസ്ബൻഡിന്റെ പേര്. അപ്പോൾ ആൾക്ക് അവിടെ ഒരു പലചരക്കടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ കുറച്ച് നാളൊന്നും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിവാഹത്തിൽ സന്തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകൻ ഇവർക്ക് പിറക്കുകയാണ്. എന്നാൽ ആ ഒരു പയ്യനുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ വല്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഇവരുടെ വിവാഹബന്ധം വേർപ്പെടുകയായിരുന്നു. പിന്നീട് അവർ കുറച്ച് നാൾ നാട്ടിൽ വന്നിങ്ങേറ്റ് നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് വീട്ടുകാർ ആലോചിക്കുന്നതും അങ്ങനെ വേറൊരു കല്യാണം കഴിക്കുന്നതും. കടലൂറുള്ള അറുമുഖം എന്ന് പറയുന്ന ഒരാളായിരുന്നു അവരെ 2ാമത് വിവാഹം കഴിച്ചത്. ആളൊരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആയിരുന്നു. ആ ഒരു വിവാഹബന്ധവും ഏതാനും വർഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ആ വിവാഹബന്ധത്തിൽ ആൾക്ക് 2 കുട്ടികൾ കൂടെ ഉണ്ടാവുകയാണ്. ദിവ്യ എന്നും വിഘ്നേഷ് എന്നും ആയിരുന്നു ആ കുട്ടികളുടെ പേര്. അപ്പോൾ ഇതായിരുന്നു അവർക്ക് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അതായത് അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇവർ രണ്ടുപേരും ഡിവോഴ്സായി. പിന്നീട് കുറച്ച് നാൾ അവർ ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവർ ചെന്നൈയിലേക്ക് എന്തോ ജോലിക്ക് വേണ്ടി പോയി. പിന്നെ അവർ ഈ ഒരു ഗ്രാമത്തിലോട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കാണുമെന്നുള്ളതല്ലാതെ അവരങ്ങനെ ആരും കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷനെ അവരെക്കുറിച്ചും കേട്ട് പോലീസിന് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ലഭിച്ചുള്ളൂ. എന്നാൽ ഈ ഒരു ഇൻഫർമേഷനും അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് കൊടുത്ത ഇൻഫർമേഷനും തമ്മിൽ ഒരു കാര്യം സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല. അതായത്
നാട്ടിലുള്ള ആൾക്കാർ പറഞ്ഞതിനനുസരിച്ചിട്ട് അവർക്ക് 3 കുട്ടികളാണുള്ളത്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. എന്നാൽ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, ടോട്ടൽ 4 മക്കൾ അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ കാര്യം എന്തേ ഈ ഒരു സ്വന്തം നാട്ടിലുള്ള ആളുകൾക്ക് അറിയാത്തത് എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു ആംഗിളിൽ കൂടെ കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ മഹേശ്വരിയുടെ 4 മക്കളെയും കോൺടാക്ട് ചെയ്യായിരുന്നു. ദിവ്യ, വിഘ്നേഷ്, സന്തോഷ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ 3 മക്കളെ കൂടാതെ കവിത എന്ന് പറയുന്ന വേറൊരു മകൾ കൂടെ ഉണ്ടായിരുന്നു മഹേശ്വരിക്ക്. അപ്പോൾ ഈ കവിതയായിരുന്നു ഏറ്റവും മൂത്ത കുട്ടി. അതിനുശേഷമാണ് പിന്നീട് സന്തോഷം ഉണ്ടാവുന്നതും അതിനുശേഷം വിഘ്നേഷ് ഉണ്ടാവുന്നതും പിന്നെ ദിവ്യ ഉണ്ടാവുന്നതും. അപ്പോൾ ഈ ഒരു കവിതയുടെ അച്ഛൻ ആരാണെന്നുള്ളത് ആ കുട്ടികളുടെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അമ്മ ആരാണ് കവിതയുടെ അച്ഛൻ എന്നുള്ളത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തനിക്കൊരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നെന്നും ആ ഒരു പ്രണയത്തിൻ്റെ അടയാളമാണ് കവിത എന്നുള്ളൊരു തരത്തിൽ മാത്രമായിരുന്നു കവിതയുടെ അടുത്ത് വരെ അവർ അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, മഹേശ്വരിക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ ഒരു പ്രണയത്തിലാണ് ഇവർ ഗർഭിണിയാവുന്നത്. എന്നാൽ ആളുമായിട്ട് ഇവർക്ക് ഒന്നിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷമാണ് ഇവർ കവിതയ്ക്ക് ജന്മം നൽകുന്നത്. അതിനുശേഷമാണ് വീട്ടുകാർ രാമനാഥൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഇവരുടെ വിവാഹം ഉറപ്പിക്കുന്നതും അതിനുശേഷം അവരുടെ കല്യാണം കഴിയുന്നതും പിന്നീട് ഒരു മകൻ ഉണ്ടാവുന്നതും. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും രാമനാഥനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരെ ആളുടെ സ്ഥലത്തോട്ട് എത്തി ആളെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആൾ പറഞ്ഞു, സാറേ, മഹേശ്വരിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഒരു കല്യാണത്തിന് തുനിഞ്ഞത്. എന്നാൽ ആ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് വരെ അവൾ എന്നെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി കവിത എന്ന് പറയുന്നൊരു മകളുണ്ട് എന്നുള്ളൊരു കാര്യം മറച്ചു വെച്ചിട്ടായിരുന്നു എന്നെ വിവാഹം കഴിച്ചത്. എനിക്കൊരു മകൻ ഉണ്ടായിരുന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു എന്താ പറയുക മൂത്ത മകളുടെ കാര്യം താൻ തിരിച്ചറിയുന്നതെന്നും അപ്പോൾ തന്നെ ചതിച്ച് തന്നെ പറ്റിച്ച് കല്യാണം കഴിച്ച ഒരാളുടെ കൂടെ തനിക്ക് ഇനി ജീവിക്കാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടായിരുന്നു താൻ ആ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ പോലീസിനോട് പറയാണ്. അപ്പോൾ ആളുടെ ആ ഒരു സമയത്തെ ലൈഫിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ആ കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആളുടെ വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ആളുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആളിന് എന്തിന് കൂടുതലൊന്നും കിട്ടാനില്ല എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അടുത്തതായിട്ട് പോലീസുകാർ അവരുടെ 2ാമത്തെ ഹസ്ബൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസ് ടീം നേരെ കടലൂരിലോട്ട് പോയി. എന്നിട്ട് അറുമുഖനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആൾ പറഞ്ഞു, അവൾക്ക് ഓൾറെഡി 2 മക്കളുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഞാനും അവളും തമ്മിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പറ്റിയെന്ന് അറിയില്ല, അവൾ എന്നെ ഉപേക്ഷിച്ച് പോവായിരുന്നു എന്നുള്ളതായിരുന്നു ആൾ പറഞ്ഞത്. എന്നാൽ പോലീസുകാർ ആ ഒരു നാട്ടുകാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അറുമുഖനെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ആളൊരു കോൺട്രാക്ടറായിരുന്നു. ആദ്യ സമയത്തൊക്കെ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ ആൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആൾ സ്ഥിരമായിട്ട് കള്ളുടിച്ച് വന്നിങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഡെയിലി ബേസിസിൽ മഹേശ്വരനായിട്ട് അലമ്പാണ്, അടിയാണ്. അങ്ങനെ ആ ഒരു അടിയും മറ്റും താങ്ങാൻ പറ്റാതെ ഇത് സഹിക്കാൻ പറ്റാത്തൊരു നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തിയപ്പോഴാണ് മഹേശ്വരി തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് അവിടം വിട്ട് പോയത്. അതിന് ആരും മഹേശ്വരിയെ കുറ്റം പറയൂല. അത്രത്തോളം അവൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം കൂടെ നിൽക്കാനായിട്ട് അവൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളൊന്ന് കുടി നിർത്തി ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ആ സമയത്ത് തീരുമാനിച്ചിരുന്നെങ്കിൽ വരെ മഹേശ്വരിയും കുട്ടികളും ഇപ്പോൾ ഇവിടെ ഉണ്ടായാനേ എന്നുള്ളതായിരുന്നു നാട്ടുകാർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ മഹേശ്വരിയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് പോലീസിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നാൽ കവിതയുടെ അച്ഛൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് എത്രയൊക്കെ അന്വേഷിച്ചിട്ടും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹേശ്വരിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈബർ ടീം പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ലാസ്റ്റായിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് കണ്ണൻ എന്നായിരുന്നു. ആളുടെ ഫോൺ ലൊക്കേഷനും ലാസ്റ്റ് ടൈമിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഹൈവേയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മഹേശ്വരിയുടെയും കണ്ണൻ്റെയും ഫോൺ ഒരുമിച്ചായിരുന്നു ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ഇയാളായിരിക്കാം മേ ബി ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകത്തിനെ കുറിച്ച് ആൾക്ക് അറിയായിരിക്കാം എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാർ എത്തുകയാണ്. അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള വല വിരിച്ചുള്ള അന്വേഷണം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ നോക്കുന്ന സമയത്ത് ആളുടെ ഫോണും ആ ഒരു സമയത്തിന് ശേഷം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. മഹേശ്വരിയുടെ ഫോണും ആ ഒരു സമയത്തിന് ശേഷം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെ കണ്ണനെ കുറിച്ച് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ഏകദേശം 50 വയസ്സുള്ള ആൾക്ക് പ്രായം ഉണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ആളൊരു ലോറി ഡ്രൈവർ ആണെന്നുള്ളതും പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരു ലോറി ഡ്രൈവർ, അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ലോറികളും മറ്റുമൊക്കെ പോകുന്ന ഒരു ഹൈവേയുടെ സൈഡിൽ നിന്നുള്ള ബോഡി, ഇതൊക്കെ ആയപ്പോൾ തന്നെ ആൾ തന്നെയായി പിന്നെ പ്രൈം സസ്പെക്റ്റ്. പിന്നെ ആളുടെ പിന്നാലെയായി പോലീസുകാർ. അപ്പോൾ ആൾ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ലാസ്റ്റ് നോൺ ലൊക്കേഷനോ കണ്ടെത്താനായിട്ട് പോലീസിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.
എന്നാലും ആ ഒരു ഹൈവേയിലൂടെ ലോറി പോയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് 100% ഉറപ്പായതുകൊണ്ട് തന്നെ ഏതൊക്കെ ടോൾ പ്ലാസയിലൂടെ ലോറി കടന്നു പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഏത് റൂട്ടിൽ കൂടെയാണ് ലോറി പോയേക്കുന്നത്, ആ ഒരു ഡേറ്റിൽ എവിടെയൊക്കെ ആ ഒരു ലോറി വന്നിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ട് ആ ഒരു ലോറിയെ കേന്ദ്രീകരിച്ച് പോലീസുകാർ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ ഏകദേശം പോലീസുകാർക്ക് ആൾ എവിടെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഒരു ഐഡിയ ലഭിക്കുകയും ചെയ്തു. പിന്നെ കണ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ആള് ഈ ഒരു ലോറി ഡ്രൈവിംഗ് ഫീൽഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നും നോർത്തിലും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് ആൾ ഓട്ടം പോവാറുണ്ടായിരുന്നതാണെന്നും അതേപോലെ തന്നെ ആളുടെ വിവാഹം കഴിഞ്ഞ് ആൾക്ക് 2 കുട്ടികളുണ്ടെന്നും ആള് ഫാമിലിയുമായിട്ട് വളരെ നല്ല ടൈംസിൽ പോകുന്ന ഒരാളാണെന്നും, അതായത് വല്ലപ്പോഴും ആൾ വീട്ടിലോട്ട് വരാറുള്ളൂ സമയം കിട്ടുമ്പോൾ മാത്രം, എന്നാലും വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസയും കാര്യങ്ങളൊക്കെ ആൾ കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു. കുട്ടികളുടെ അടുത്തൊക്കെ ആൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്ന ഒരു ഫാമിലി മാൻ ആയിരുന്നു ആള്. അങ്ങനെ ആളുടെ നാടിനെക്കുറിച്ചും അതേപോലെ തന്നെ ആളുടെ ഹോം ടൗണിനെ കുറിച്ചൊക്കെ പോലീസുകാർ പിന്നെയും ചകഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മയിലാടുംതുറ തന്നെയായിരുന്നു ആളുടെ സ്വദേശം. യെസ്, ഈ ഒരു മഹേശ്വരിയുടെ ഹോം ടൗണും ആളുടെ ഹോം ടൗണും ഒന്നായിരുന്നു. അങ്ങനെ പോലീസുകാർ അവിടെ എത്തി ഈ ഒരു കണ്ണനെ കുറിച്ച് ഇങ്ങേറ്റ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഏർലി 2000 ആൾ അവിടെ നിന്ന് കാണാണ്ടായതാണ്. അതായത് ആ സമയത്ത് ആൾ ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയാണ്. പിന്നീട് ആളെക്കുറിച്ച് ആർക്കും യാതൊരു ഐഡിയയില്ല. ആളെങ്ങോട്ടാണ് പോയത്, ആൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ആ സമയത്ത് അവിടെ ആൾ ക്ലീനറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്, അതായത് ഏർലി 2000 ആ ഒരു സമയത്ത്. അപ്പോൾ പോലീസിന് വീണ്ടും സംശയമായി, എന്തിനാൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന് നാട് വിട്ട് പോകണം, അവിടെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് അവിടെ നിന്ന് മുങ്ങിയതാണോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ട് മുങ്ങിയതാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ഇതിനിടയിൽ ആളുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചപ്പോൾ ആൾക്ക് മേൽ വേറൊരു തരത്തിലുള്ള ഒരു കേസും അതുവരെ രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് ഏകദേശം ഒരു 19 വയസ്സ് പ്രായം ഉണ്ടായിരുന്നല്ലോ. ഇതിനിടയിൽ യാതൊരു തരത്തിലും ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ പോലീസുകാർ അതിൻ്റെ ഒപ്പം ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് ഇവർ തമ്മിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കോൺടാക്ട് ഉള്ളതായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. രാത്രി സമയങ്ങളിൽ മണിക്കൂറുകളോളം ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പല സമയങ്ങളിലും ഒരേ ഡയറക്ഷനിൽ ഇവരുടെ ഫോൺ നമ്പർ ഹൈവേകളിലൂടെ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി, ഈ രാമനാഥനും അറുമുഖമൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അവരുടെ ലൈഫിലോട്ട് വന്നത് ഈ ഒരു കണ്ണനാണെന്നുള്ളത്. അപ്പോൾ ഫോൺ ഡീറ്റെയിൽസും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അവർ തമ്മിൽ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. രാത്രി സമയങ്ങളിൽ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം സമയങ്ങളിൽ ഇവരുടെ 2 പേരുടെയും ഫോൺ സിഗ്നൽ ഒരുമിച്ച് ട്രാവൽ ആയിട്ടുണ്ട്. മെയിൻലി ഹൈവേസിലാണ് ഇവരുടെ ആ ഒരു ഫോൺ സിഗ്നൽ മാസത്തിൽ പല സമയങ്ങളിലും ഒരുമിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നും അയാൾ തന്നെയായിരിക്കാം ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെന്നും പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ പിന്നാലെ ഒരു ടീം പോലീസുകാർ പോകുന്നുണ്ടായിരുന്നല്ലോ. അവർക്ക് വാനൂർ ആളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അവിടെ ആൾ ഒളിവിലാണെന്നുള്ളത് പോലീസിന് മനസ്സിലായതിൻ്റെ പുറകെ പോലീസ് ടീം നേരെ തന്നെ ആളുള്ള സ്ഥലം വളയായിരുന്നു. അങ്ങനെ ആളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസിനെ കണ്ടപ്പോൾ തന്നെ ഇയാളുടെ കണ്ണിലൊരു ഭയം ഉണ്ടായിരുന്നു. ഇയാൾ പോലീസുകാരുടെ അടുത്ത് മഹേശ്വരിയുടെ കാര്യത്തിലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ആർക്കും മോശം പറയാനൊന്നുമില്ല. ആളൊരു ഫാമിലി മാൻ ആയിരുന്നു. അതേപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരാളായിരുന്നില്ല. ആളുടെ പേരിൽ മുന്നേ വേറെ കേസുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെയായിരുന്നു ആളുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെ മഹേശ്വരിയുമായിട്ട് ഇയാൾ കണക്റ്റായെന്നും മര്യാദക്ക് ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് ആളുടെ ഒരു 50ാമത്തെ വയസ്സിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിച്ചത് തുടങ്ങിയിട്ടുള്ളതൊക്കെ ആയിരുന്നു പോലീസിൻ്റെ സംശയങ്ങൾ. അങ്ങനെ പോലീസുകാർ കണ്ണനെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങളുടെ വിചാരം ഈ ഒരു രാമനാഥനും അതിനുശേഷം അറുമുഖനും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവളുടെ ലൈഫിലോട്ട് എത്തിയെന്നുള്ളതല്ലേ? എന്നാൽ അങ്ങനെയല്ല, ഞാനായിരുന്നു അവളുടെ ലൈഫിൽ ആദ്യം ഉണ്ടായിരുന്നത്. യെസ്, ആ ഒരു നാട്ടിൽ വെച്ചിട്ട് ഈ മഹേശ്വരിക്കൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ, ആ പ്രണയത്തിലെ കഥാനായകൻ ഈ ഒരു കണ്ണനായിരുന്നു. ആ ഒരു സമയം അവരുടെ രണ്ടുപേരുടെയും വളരെ യങ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു, ടീനേജ് പ്രായമായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പ്രണയിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹേശ്വരി ഗർഭിണിയാവുമായിരുന്നു. പിന്നെ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇയാളെത്തിയപ്പോഴാണ് ഏർലി 2000s ആൾ ആ ഒരു നാട്ടിൽ നിന്ന് മുങ്ങുന്നത്. യെസ്, കവിതയുടെ യഥാർത്ഥ അച്ഛനായിരുന്നു ഈ ഒരു കണ്ണൻ. അപ്പോൾ ആ സമയത്ത് ആൾ ജസ്റ്റ് ഒരു ക്ലീനറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആളുടെ കാര്യങ്ങൾ തന്നെ ആ ഒരു പൈസ കൊണ്ട് ആൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ച ഒരു കുട്ടിയുടെ കാര്യങ്ങൾ കൂടെ നോക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് എന്താ പറയുക, ആളുടെ കാമുകനെയും അതേപോലെ തന്നെ ആൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ആളവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടായത്.
മഹേശ്വരിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ഒക്കെ ഒരുപാടധികം നാളൊക്കെ മറച്ചു വെക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. അവസാനം ആ ഒരു കാര്യം അവരുടെ വീട്ടിലറിയായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് അവരെത്രയൊക്കെ പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഈ കണ്ണൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് മഹേശ്വരിയുടെ വീട്ടുകാർ വളരെ രഹസ്യമായിട്ടായിരുന്നു ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്തത്. ആ പെൺകുട്ടി അവിടെ നിന്ന് മാറ്റി പ്രസവവും കാര്യങ്ങൾക്കൊക്കെ ശേഷം ആ കുട്ടീനെയും വേറെ സ്ഥലത്തോട്ട് താമസിപ്പിക്കുകയാണ്. അതിനുശേഷം ആ കുട്ടി അടക്ക് വരുന്ന സമയത്ത് റിലേറ്റീവിൻ്റെ കുട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരുന്നത്. അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള ആർക്കും തന്നെ കവിത മഹേശ്വരിയുടെ കുട്ടിയാണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പോലീസുകാർ രഹസ്യമായിട്ട് ഗ്രാമത്തിൽ അന്വേഷിച്ച സമയത്ത് ഈ ഒരു മഹേശ്വരിക്ക് 3 കുട്ടികളാണുള്ളത് എന്നുള്ള തരത്തിൽ അവർക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ അതിനുശേഷം എത്രയും പെട്ടെന്ന് മഹേശ്വരിയെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് തീരുമാനിക്കുകയാണ്. ആ നാട്ടിലോ തൊട്ടടുത്തുള്ള നാട്ടിലോ എന്നുള്ള ചെക്കന്മാരൊന്നും വേണ്ട, അവർ കൂടുതലായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണനെ കുറിച്ച് അറിയുമല്ലോ എന്നുള്ളൊരു തോട്ടിൽ അവർ കുറച്ച് വിട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അലയൻസ് നോക്കുകയാണ്. അങ്ങനെയാണ് കുംഭകോണത്തു നിന്നുള്ള രാമനാഥൻ എന്ന് പറയുന്ന ആളുടെ വിവാഹാലോചന വരുന്നതും അതിനുശേഷം അവരുടെ വിവാഹം കഴിയുന്നതും. വിവാഹമൊക്കെ കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം മാത്രമായിരുന്നു ഇവർക്ക് ഓൾറെഡി ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നതും അതിനുശേഷം ഇഷ്യൂസ് ഉണ്ടാവുന്നതും അതിൻ്റെ പേരിൽ അവരെ ഡിവോഴ്സ് ചെയ്യുന്നതും. ഡിവോഴ്സായിട്ട് അവർ വീട്ടിലെത്തി കുറച്ച് നാൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും പാരൻസ് കരുതി അവളുടെ ലൈഫ് എന്തായാലും വെറുതെ പോവല്ലേ, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മകള് വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തൂലേ, അവൾക്കൊരു തുണ വേണ്ടതെന്ന് വിചാരിച്ച് വീണ്ടും കല്യാണം ആലോചിക്കുമ്പോഴാണ് ഈ അറുമുഖൻ എന്ന് പറഞ്ഞ ആളുടെ ആലോചന വരുന്നത് കടലൂർ. എന്നാൽ ആ സമയത്ത് മഹേശ്വരി തൻ്റെ 2 കുഞ്ഞുങ്ങളുടെ കാര്യവും മറച്ചു വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 കുഞ്ഞുങ്ങളുടെ കാര്യവും പറഞ്ഞു. അതിനുശേഷം ആ വിവാഹം കഴിഞ്ഞു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്യൂസും കാര്യങ്ങളുടെ ഒക്കെ പേരിൽ എന്താ പറയുക, ആ ഒരു വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ വേറൊരാൾ തനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊറ്റയ്ക്ക് എൻ്റെ കുട്ടികളെ നോക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ചെന്നൈയിലോട്ട് പോകുന്നതും പല ജോലികളൊക്കെ എടുത്തു കയറ്റി അവരുടെ കുട്ടികളെ നോക്കുന്നതും. അതിനുശേഷമാണ് അവർക്ക് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ഇതേപോലെ തന്നെ ഒരു ജോലി ലഭിക്കുന്നതും ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ തൻ്റെയും തൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. കുറച്ചൊന്നുമല്ല, ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം തഞ്ചാവൂരുള്ളൊരു കല്യാണത്തിന് മഹേശ്വരി പോയതായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ലോറി ഡ്രൈവറെ അവർ കാണുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതാരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് വേറെ ആരും ആയിരുന്നില്ല, കണ്ണനായിരുന്നു. കണ്ണനും ഇവരെ കണ്ട ആകെപ്പാടെ ഷോക്കായി പോയി. ആ ഒരു സമയത്ത് താൻ ഇവരുപേക്ഷിച്ച് ഓടിപ്പോയതിൽ മഹേശ്വരിക്ക് തൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടെന്നുള്ളതായിരുന്നു ആൾ കരുതിയിരുന്നത്. എന്നാൽ മഹേശ്വരി വളരെ കൂളായിട്ട് ആളുടെ അടുത്ത് വന്നിങ്ങേറ്റ് ചിരിച്ച് സുഖല്ലേ, എങ്ങനെയുണ്ട് ജീവിതം, എന്തൊക്കെയാണ് ഇപ്പോൾ സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ ചോദിക്കായിരുന്നു. അപ്പോൾ ആളുടെ കല്യാണം കഴിഞ്ഞതും അതേപോലെ തന്നെ 2 കുട്ടികളുള്ളതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ലോറി ഡ്രൈവറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, സ്വന്തം ലോറിയാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ മഹേശ്വരി പറഞ്ഞു, അന്ന് നീ എന്തായാലും ഓടിപ്പോയത് നന്നായി, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇന്നും ക്ലീനറായിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വന്നാനേ. ഇപ്പം എന്തായാലും നീ ഇപ്പോൾ ഒരു ലോറി മുതലാളിയായി, അതേപോലെ തന്നെ നിനക്ക് നല്ലൊരു ജീവിതവും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഞാൻ ഹാപ്പിയാണെന്നുള്ളത് ആൾ പറയാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ കണ്ണനാകെപ്പാടെ വല്ലാത്ത രീതിയിലുള്ളൊരു വിഷമാവുകയാണ്. അതായത് എന്താ പറയുക, താൻ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മഹേശ്വരി തന്നെ കാണുന്ന സമയത്ത് തൻ്റെ അടുത്ത് ക്ഷുഭിതയാവുന്നതും അതേപോലെ തന്നെ തനിക്കൊരു അടിയെങ്കിലും കിട്ടുമെന്നുള്ളതായിരുന്നു ആൾ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ വേറൊരു തരത്തിൽ ഇവരൊന്ന് സംസാരിച്ചപ്പോൾ ആൾ ആകെപ്പാടെ ഇല്ലാണ്ടായി പോവാണ്. അതിനുശേഷം കണ്ണൻ ചോദിച്ചത്, ഇവർ രണ്ടുപേരും പിരിയുന്ന സമയത്ത് മഹേശ്വരി ഗർഭിണിയായിരുന്നല്ലോ, അതിനെന്ത് പറ്റിയെന്നുള്ളതായിരുന്നു. അപ്പോൾ മഹേശ്വരി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒരു പെൺകുഞ്ഞായിരുന്നു പറഞ്ഞത്, കവിത എന്നാണ് അവളുടെ പേര്, അവൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കതിന് ശേഷം 2 തവണ കല്യാണം കഴിഞ്ഞു, അതിലെനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് എനിക്കിപ്പോൾ 4 മക്കളുണ്ട്. എൻ്റെ മക്കളും ഞാനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു തരത്തിൽ അവരുടെ കോൺവെർസേഷൻ അന്ന് കണ്ടിന്യൂ ആയി പോവുകയാണ്. അതിനുശേഷം അവർ ഫോൺ നമ്പേഴ്സും മറ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതിനുശേഷം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഇവരുടെ പ്രണയം അവിടെ നിന്ന് റീസ്റ്റാർട്ട് ആവുകയായിരുന്നു. അതിനുശേഷം ഇവർക്കിടയിൽ വേറൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉടലെടുക്കുകയാണ്. ആള് തൻ്റെ പഴയ കാമുകിയെ കൂടുതലായിട്ട് കാണാൻ വരാനും അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും പ്രണയിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കണ്ണൻ വിളിക്കും. അപ്പോൾ മഹേശ്വരി നല്ല സുന്ദരിയായിട്ട് നേരെ തന്നെ ആളുടെ ലോറിയിൽ കയറും. അവർ ഡ്രൈവിന് പോകും. അവരവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ടൈം ആ ഒരു ലോറിയിൽ വെച്ച് സ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ അവർ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നതൊക്കെ പതിവായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയായിരുന്നു.
അതിൻ്റെ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സമയത്തും സാമ്പത്തികമായിട്ട് ഈ ഒരു കണ്ണൻ ഈ സ്ത്രീയെ സഹായിക്കാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവർ പൈസ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇയാൾ കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവർക്കിടയിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇയാൾ കവിതനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ മഹേശ്വരി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടെ അച്ഛനാരാണെന്ന് ഇപ്പോഴും അറിയില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെറുതെ നിനക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അവളെയും കൂടെ വന്ന് കണ്ട് ഇനി അത് വേറൊരു ഇഷ്യൂ ആക്കണ്ട, ഞാൻ എന്തായാലും അതിന് സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ അവർക്കിടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഈ ഒരു കണ്ണൻ അവരുടെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത്, അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ടൈമിൽ ജസ്റ്റ് അവരുടെ ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് പല ആളുകളുമായിട്ടും ഇവർക്ക് കോണ്ടാക്റ്റിലുള്ളതുപോലെ ആൾക്ക് തോന്നുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്നതാണോ, ഇതേപോലെ വേറെ ആരുടെയെങ്കിലും അടുത്തൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളൊരു തോട്ട് ആൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു സംശയത്തിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് കവിതയ്ക്ക് കല്യാണപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് പൈസ ഈ ഒരു മഹേശ്വരി ആവശ്യപ്പെടാനായിട്ട് തുടങ്ങിയത്. കവിതയ്ക്ക് കല്യാണപ്രായം ആയതുകൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ ആവശ്യമുണ്ട്, അവളെ വിവാഹം കഴിപ്പിച്ച് വിടണം, നമ്മളുടെ രണ്ടുപേരുടെയും മകളാണ്, നീ ആ ഒരു കാര്യം മറക്കരുത്, ഓൾറെഡി നിനക്കൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു ഫാമിലിയുടെ കാര്യമൊക്കെ നീ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അപ്പം നിൻ്റെ മകളുടെ കാര്യം നീ നോക്കണം എന്നുള്ളത് ഈ ഒരു കണ്ണൻ്റെ അടുത്ത് മഹേശ്വരി പറയാണ്. അപ്പം മഹേശ്വരിയുടെ അടുത്ത് കണ്ണന് വേറൊരു തരത്തിലുള്ള തോട്ടാണ് വന്നത്. ഇവളെന്നെ യൂസ് ചെയ്യാണോ, ഈ ഒരു പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണോ എന്നെ ഇങ്ങനെ കാണുന്നത് തുടങ്ങിയിട്ടുള്ള ആ ഒരു ചിന്ത ഈ ഒരു ഫോണിൻ്റെ ഇത് വന്നപ്പോഴും പിന്നെ ഈ ഒരു പൈസയും കൂടെ ചോദിച്ചപ്പോൾ അത് ഏകദേശം ആൾ കൺഫേം ആക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈ ഒരു മഹേശ്വരിക്ക് ആൾ പൈസ കൊടുക്കുന്നത് നിർത്തി. അതായത് ഇടക്കിടക്ക് ഇവർ കാണാറുണ്ടായിരുന്നു, എന്നാലും പിന്നെ പൈസ ഒക്കെ കൊടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു പൈസയുടെ കാര്യം പറഞ്ഞ് ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നത് പതിവായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. അവസാനം തന്നെ കൊണ്ട് ഇത്രത്തോളം പൈസ ഒന്നും തരാൻ പറ്റില്ല എന്നുള്ളത് കണ്ണൻ തീർത്ത് പറയാണ്. അപ്പോൾ മഹേശ്വരിയുടെ സ്വഭാവം ചെറുതായിട്ട് മാറുകയാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ളൊരു ബന്ധമുണ്ടെന്നുള്ളത് ഞാൻ നിൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയും, അതേപോലെ തന്നെ നിങ്ങളുടെ 2 മക്കൾ കൂടാതെ നിനക്ക് വേറൊരു മകൾ ഉണ്ടെന്നുള്ളതും കവിതയാണ് ആ മകൾ എന്നുള്ളത് കൂടെ ഞാൻ നിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയും, നീ മാത്രം അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കണ്ട എന്നുള്ളൊരു തരത്തിൽ ഈ ഒരു മഹേശ്വരി ഇയാളെ ഭീഷണിപ്പെടുത്താണ്. അത്രത്തോളമൊക്കെ ആയപ്പോൾ ആൾക്ക് ഇത് തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് മനസ്സിലായി. ഇനിയും ഈ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഫാമിലി ലൈഫും തൻ്റെ ഇത്രയും കാലത്ത് ആ ഒരു ജീവിതം ഒക്കെ കൂടെ നശിച്ചു പോകുന്നുള്ളതായിട്ട് ആൾക്ക് തോന്നുകയാണ്. അങ്ങനെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ഇയാളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ഹൈവേ സൈഡിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാരാണെന്ന് മനസ്സിലാക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കേസ് ക്ലോസ് ആയി അങ്ങനെ അങ്ങ് പൊക്കോളും എന്നുള്ളതായിരുന്നു ആളുടെ തോട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 16-ാം തീയതി ഇതേപോലെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നതും അതിനുശേഷം ഇവർ ലോറിയിൽ ഇങ്ങനെ ഡ്രൈവ് പോകുന്നതും. ആ ഒരു ഹൈവേയിൽ കുറച്ച് ദൂരം അവർ ഡ്രൈവ് ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും മദ്യപിച്ച് നല്ല രീതിയിൽ ഹൈ ആയതിനു ശേഷം ഇവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ ഇയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആ ഒരു ലോറി കുറച്ച് ദൂരം ഓടിച്ചു. അധികം ആളൊന്നും ഇല്ലാത്ത ആ ഒരു സ്ഥലം നോക്കിയിട്ട് ആ ഒരു ബോഡി പുറത്തോട്ട് ഡംപ് ചെയ്യായിരുന്നു. അതിനുശേഷം ആൾ അവിടെ നിന്ന് ലോറി ഓടിച്ച് പോവായിരുന്നു. അപ്പോൾ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ഗോൾഡും അതേപോലെ തന്നെ അവരുടെ ഫോണും അവരുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ആൾ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ആ ഒരു ബോഡി ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ അവരുടെ ഓർണമെൻറ്റ്സും അതേപോലെ തന്നെ അവരുടെ ചെരുപ്പൊക്കെ ഇയാളുടെ ലോറിയിൽ നിന്നും മറ്റുമൊക്കെ പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം പഴയ കമിതാക്കൾ കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും അവരുടെ ഉള്ളിൽ പഴയ ആ ഒരു പ്രണയം ഉടലെടുക്കുകയായിരുന്നു. ആ ഒരു പ്രണയം അവരുടെ 2 പേരുടെയും ജീവിതം തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്തു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ ആൾ ജയിലിലാണ്. ബാക്കി കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ശിക്ഷ ആൾക്ക് കിട്ടുമെന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടതായിട്ട് വരും. അവസാനം ഇപ്പോൾ കവിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവരുടെ അച്ഛനാരാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അയാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മകളെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾ ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല ആൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആളുടെ മകളെ. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയാണെങ്കിലും തൻ്റെ അച്ഛനെ അവരെങ്ങനെ കാണണമെന്നാണോ വിചാരിച്ചിട്ടുണ്ടാവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലല്ലോ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു കേസിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.